ഇത്തരമൊരാവശ്യത്തിനു വേണ്ടി കർഷകർ നിരവധി സമരങ്ങളാണ് നടത്തിയത്. നെല്ല് സംഭരണ ശേഷം തന്നെ തുക കൈമാറുന്നതിന് 500 കോടിയെങ്കിലും എന്ന ആവശ്യം പരിഗണിച്ചാണ് 300 കോടി ബജറ്റിൽ അനുവദിച്ചത്. എന്നാൽ തുക കർഷകരുടെ കൈകളിലെത്തിക്കുന്നതിന് നടത്തേണ്ട സാങ്കേതിക പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയാത്തതാണ് തുക കൈമാറാൻ കഴിയാതെ പോയത്. ഒരു കൃഷി കഴിഞ്ഞ് അടുത്ത കൃഷി ആരംഭിക്കുന്നതിന് കർഷകനെ വേഗത്തിൽ സഹായിക്കുന്നതിനായിരുന്നു സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം. കർഷകരുടെ ഏറ്റവും കൂടുതൽ സങ്കടങ്ങളാണ് കർഷകരുടെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ 3 മാസം 4 മാസം കഴിഞ്ഞാണ് കർഷകരുടെ നെല്ലിൻ്റെ പണം കിട്ടുന്നത്. അത് ഞങ്ങൾ പിച്ചപാത്രം പോയി കൈനീട്ടി സമരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നെൽകർഷകർക്ക് പണം ലഭിക്കുന്നുള്ളൂ. കഴിഞ്ഞ കൃഷിക്കാലത്ത് നെല്ലിന്റെ സംഭരണത്തിൽ പോലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വീഴ്ച വരുത്തിയിരുന്നു. എന്നാൽ സർക്കാർ അനുവദിച്ച തുക പോലും വിതരണം ചെയ്യാത്ത സാഹചര്യത്തിലായിരുന്നു ഇത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ പ്രഖ്യാപനം ആവർത്തിക്കാനാണ് സാധ്യത. പ്രഖ്യാപനത്തിനു പകരം തുക കൈമാറാനുള്ള നടപടി വേഗത്തിലാക്കലാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.